മനസ്സിലായില്ല. ചട്ടമ്പി സ്വാമിയുടെ മുമ്പിൽ നിന്ന് കരയാണ്, ഒരക്ഷരം മിണ്ടുന്നില്ല. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്കും ഭക്തജനങ്ങൾക്കും സംശയമായത് എന്താണ്? ആ അവധൂതനെ പോലുള്ള കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ആൾ പോയ സമയത്ത് ശിഷ്യന്മാര് വളരെ ബഹുമാനത്തോടുകൂടി ആ സ്വാമിജിയോട് ചോദിച്ചു, എന്താ ഗുരു സംഭവിച്ചതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ അടുത്ത് വന്ന് നിന്നത് ഒരു സാധാരണക്കാരനല്ല, ഒരു അവധൂത സിദ്ധനാണ്. ഈ വരുന്ന പൗർണമിക്ക് വെളുത്ത വാവിന്റെ അന്ന് എന്റെ ശരീരം ഉപേക്ഷിക്കുകയാണ് എന്നുള്ള സന്തോഷ വാർത്ത കരഞ്ഞുകൊണ്ട് അറിയിച്ചതാണ്. അവർ രണ്ടുപേരും കൂടി സംസാരിക്കണം കേട്ടിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പക്ഷെ ചട്ടമ്പി സ്വാമിക്ക് അദ്ദേഹത്തിന്റെ ഭാഷ മനസ്സിലായി. തിരുവണ്ണാമലയിൽ രമണ മഹർഷി എന്ന് പറയുന്ന ഒരു മഹാപുരുഷൻ ഉണ്ടായിരുന്നു. ഈശ്വര സാക്ഷാത്കാരം കിട്ടിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ എത്തുന്നവരാരും അദ്ദേഹത്തോട് സംസാരിക്കുകയോ അദ്ദേഹം ആശ്രമത്തിൽ വന്ന ഭക്തജനങ്ങളെ വിളിച്ച് കുശലാന്വേഷണം നടത്തി ഒന്നും ചെയ്തിരുന്നില്ല, നിശബ്ദമായിരുന്നു. പക്ഷേ പോൾ ബ്രണ്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യതുല്യനായ ആള് ജീവചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ എത്തുന്ന മുഴുവൻ ആളുകൾക്കും എന്താണോ വേണ്ടത് സംശയ നിവാരണം അദ്ദേഹം ചെയ്തു കൊടുത്തിരുന്നു. മൗനം കൊണ്ട് വ്യാഖ്യാനം ചെയ്തിരുന്നു, ആരോടും സംസാരിക്കാതെ ഉത്തരം പറഞ്ഞു കൊടുത്തിരുന്നു. ദക്ഷിണാമൂർത്തി എന്ന ശിവസങ്കല്പത്തിൽ ദക്ഷിണാമൂർത്തി മൗനം വ്യാഖ്യ എന്നാണ് ആ ധ്യാന ശ്ലോകത്തിന്റെ തുടക്കം തന്നെ. അതായത് മൗനം കൊണ്ട് വ്യാഖ്യാനം ചെയ്യുന്നു. നമ്മൾ ഈ ദേവീ ക്ഷേത്രത്തിന്റെ മുമ്പില് ഹൃദയം തുറന്ന് മനസ്സിൽ ഒന്നുമില്ലാതെ ഏകാഗ്രചിത്തന്മാരായി വന്നു നിൽക്കുമ്പോ ദേവി നമ്മളെ വിളിച്ച് കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ, എന്തൊക്കെയാ വിശേഷം, ഇതൊന്നും ചോദിക്കില്ല. പക്ഷെ ദേവിക്ക് ആ ഭാഷ അറിയാം. നമ്മുടെ മനസ്സ് ഏകാഗ്രമായിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, നമുക്ക് ഫലം കിട്ടും. സത്യമായിട്ടും ഞാൻ പറയുന്നു, ഈ പ്രപഞ്ചം മുഴുവൻ നടന്നു നിൽക്കുന്ന അമ്മയാണ് നമ്മുടെ ഗ്രാമത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നത്. ആ അമ്മയുടെ മുമ്പിൽ നമ്മൾ ഒരേ ഒരു കാര്യം ചെയ്യണ്ടു, ഒന്ന് വന്നു പോകണം. രാമകൃഷ്ണ പരമഹംസരും ചട്ടമ്പി സ്വാമിയും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാപുരുഷന്മാരായിട്ടുള്ള സിദ്ധപുരുഷന്മാര് നിത്യേന അനുഭവിച്ച ആനന്ദം, അതെനിക്കും നിങ്ങൾക്കും നിത്യേന എങ്ങനെയാണോ അനുഭവിക്കാൻ സാധിക്കുന്നത് അത് അനുഭവിക്കാൻ പാകത്തിനുള്ള ഒരു പ്രത്യേക കാര്യ പദ്ധതിയിലാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ഒന്ന് വന്നു പോയാൽ മാത്രം മതി. അതെങ്ങനെയാണെന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരാം. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് പോലെ നാരായണ ഗുരുദേവൻ എന്താ ചെയ്തിട്ടുണ്ടാവുക? നിത്യേന ഒരു കാര്യപദ്ധതി ചെയ്തിട്ടുണ്ടാവും. രാമകൃഷ്ണ പരമഹംസർക്ക് 21 ദിവസം നീണ്ടുനിന്ന നിർവികൽപ്പ സമാധി പറഞ്ഞുകൊടുത്ത് അനുഭവിപ്പിക്കാൻ കാരണമായ തോതാപുരി എന്ന് പറയുന്ന ഒരു ഗുരുനാഥനുണ്ട്. ആ തോതാപുരി എന്ന് പറയുന്ന ഗുരുനാഥൻ നിത്യേന അദ്ദേഹത്തിന്റെ നിത്യ ഉപാസന ചെയ്തിരുന്നു. ഏതൊരു ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളും നിത്യസാധന വിട്ടുകളയില്ല. ഇപ്പൊ ഗുരുവായൂരപ്പനാണെങ്കിലും ഏത് മഹാക്ഷേത്രങ്ങളിലാണെങ്കിലും നിത്യ സാധനയാണ് നിത്യ പൂജ, നിത്യേന അത് നടക്കും. അതുപോലെ മഹാന്മാരായ യോഗീശ്വരന്മാരും നിത്യേന സാധന ചെയ്യും. അതെങ്ങനെയാ ചെയ്യണേന്ന് വെച്ചാൽ ഒരു കാര്യപദ്ധതി, മന്ത്ര സാധനയാണെങ്കിലുള്ള ഒരു കാര്യപദ്ധതി. സ്വയമേവ അഭിവാദനം ചെയ്തുകൊണ്ട്, താനിരിക്കുന്ന സ്ഥലം സംരക്ഷിച്ചുകൊണ്ട്, ശരീരം ശുദ്ധമാക്കിക്കൊണ്ട്, കുളിച്ച് വൃത്തിയായി ശരീരശുദ്ധി വരുത്തിക്കൊണ്ട്, ഏകാഗ്രമായ മനസ്സിനെ കിട്ടാൻ വേണ്ടി കുറച്ചു നേരം പ്രാണായാമം ചെയ്യും. ശ്വാസത്തെ നിയന്ത്രിക്കും. ശ്വാസത്തെ നിയന്ത്രിച്ച് ഏകാഗ്രചിത്തമായതിനു ശേഷം തന്റെ ഗുരുനാഥനെ സ്മരിക്കും. ഗുരുനാഥനെ സ്മരിച്ച് എനിക്ക് ആത്മജ്ഞാനം നേടിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുനാഥൻ നൽകിയിട്ടുള്ള മന്ത്രം, ആ മന്ത്രത്തിന്റെ ധ്യാന ദേവതയെ, ആ മന്ത്രത്തിന്റെ രൂപത്തെ ഏകാഗ്രമായി ധ്യാനിച്ച് ആ ദേവതയായിത്തീരട്ടെ ഞാനെന്ന് സങ്കല്പിച്ചുകൊണ്ട് പഞ്ച ഉപചാര പൂജകൾ ചെയ്യും. പഞ്ച ഉപചാര പൂജ എന്ന് വെച്ചാൽ എന്താ? 5 ഉപചാരങ്ങൾ. വം അപാത്മനെ ജലം കൽപ്പയാമി, ലം പൃഥ്വ്യാത്മന ഗന്ധം കൽപ്പയാമി, ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി എന്നൊക്കെ പറഞ്ഞ് തന്റെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ ഞാൻ ഇതാ ദേവതയ്ക്ക് സമർപ്പിക്കുന്നു. എന്നിലുള്ളതെല്ലാം ഞാൻ ദേവതയ്ക്ക് സമർപ്പിക്കുന്നു. ഞാൻ പഞ്ചഭൂതാത്മകമാണ്.
അപ്പൊ എന്താ സംഭവിക്കുക? ദേവത എന്നിലേക്ക് ഇറങ്ങി വരും, ഞാൻ ദേവതയായി തീരും. പിന്നീട് ആ ദേവതയെ കണ്ണടച്ചിരുന്ന് ധ്യാനിച്ച് 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 രാമകൃഷ്ണ പരമഹംസരാണെങ്കിൽ കാളീദേവിയെ ധ്യാനിച്ച് ധ്യാനിച്ച് ആ മന്ത്രം ജപിച്ച് 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 ദേവത കൺമുൻപിൽ പ്രത്യക്ഷപ്പെടും. ദേവതയുടെ മന്ത്രം, ഒരു മന്ത്രം സ്പന്ദനം എങ്ങനെയാണ് വസ്തുവായി മാറുന്നത്, ആ ശബ്ദസ്പന്ദനം വസ്തുവായി മാറി ദേവത കൺമുൻപിൽ പ്രത്യക്ഷപ്പെട്ട് താനും ദേവതയുമായിട്ട് ഒരു ഐകരൂപ്യവും ഞാൻ ദേവതയാണെന്നുള്ള ബോധത്തിലേക്ക് ഈ സാധകൻ ഉയരും. പിന്നെ ഈ ശരീരം, മനസ്സ്, ചിന്തകളൊക്കെ വേറെ തലത്തിലേക്ക് എത്തും. ശിരസിൽ നിന്ന് താഴേക്ക് ഒരു അമൃതധാര അധത്ത ചരണകമല യുഗളവികളത് അമൃതരസ വിസര പരിപ്ലുതാഖിലാംഗം എന്നൊക്കെ യോഗിമാര് ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള അനുഭൂതി തലം താഴേക്ക് വരും. 70,000 നാഡീഞരമ്പുകൾ കുളിർക്കും. ഇതൊക്കെയാണ് യോഗീശ്വരന്മാർ അനുഭവിക്കുന്നത് നിത്യേന. താൻ മന്ത്രം ജപിച്ചതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ 24 മണിക്കൂറും അടുത്ത 24 മണിക്കൂറും ലൗകിക വൃത്തിയിൽ ഏർപ്പെടാൻ ഈ ശരീരമുള്ളിടത്തോളം കാലം പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല. ജാനാമി ധർമ്മം ഭജനേ പ്രവൃത്തി, ജാനാമി അധർമ്മം ഭജനേ നിവൃത്തി. എനിക്കൊന്നും അറിയില്ല. ദേവി എന്താണോ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകകാര്യങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കും. ഒരു ദിവ്യ ജന്മം കിട്ടിയതുപോലെയായിരിക്കും നിത്യസാധന ഇത്തരത്തിലുള്ള യോഗീശ്വരന്മാര് ചെയ്യുന്നത്. അതേ പദ്ധതി ഈ ക്ഷേത്രത്തിൽ നിത്യേന വരുമ്പോൾ നമ്മളും അറിയാണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വേറെ ഒരു മന്ത്രവും ജപിക്കണ്ട, ഒരു ഗുരുവിനെയും പോയി കാണേണ്ട, ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടണ്ട. ഞാൻ കാല് തൊട്ട് നമസ്കരിച്ചുകൊണ്ട് സത്യസന്ധമായി സത്യം ചെയ്തുകൊണ്ട് നിങ്ങളോട് പറയാണ്, എന്താഗ്രഹങ്ങളും ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ നടത്താൻ, നടന്നു കിട്ടാൻ നിത്യേന ഒന്ന് ഈ ക്ഷേത്രത്തിൽ വന്നു പോകണം. അതെങ്ങനെ വന്നു പോകണം എന്നുള്ളത് ചിന്തിച്ചാൽ ഇതിന്റെ ഫലം നമുക്ക് മനസ്സിലാവും. നിത്യേന എങ്ങനെ വന്നു പോകണം? ശരീരം ഒന്ന് ശുദ്ധമാക്കണം. അത് ആദ്യത്തെ പടി. നമ്മൾ വിചാരിക്കും നമ്മുടെ ശരീരം ശുദ്ധമാണ്. എന്റെ നിങ്ങളുടെ ഒന്നും ശരീരം ശുദ്ധമല്ലല്ലോ. ഈ ശരീരത്തിലില്ലാത്ത വല്ല അഴുക്കുണ്ടോ? അപ്പൊ നമ്മൾ വിചാരിക്കും കുറച്ച് വെള്ളം തലയേക്കിന് കഴിച്ചാൽ ശുദ്ധമായിരുന്നു. പൂർണ്ണമാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുനിമാരും ഋഷിമാരും സന്യാസിമാരും സിദ്ധന്മാരും ഒക്കെ നമ്മളോട് പറഞ്ഞു തന്നു, ഭാരതം എന്ന് പറയുന്നത് സാക്ഷാൽ യോഗീശ്വരിയുടെ ശരീരമാണ്, സാക്ഷാൽ ശിവഭഗവാന്റെ ശരീരമാണ്. ആ ശരീരത്തിന്റെ ശിരസാണ് കൈലാസം. ശിവൻ അവിടെയാണ് ഇരിക്കുന്നത്. ആ ശരീരത്തിന്റെ പാദരേണുക്കളാണ് കന്യാകുമാരിയിലെ ദേവി. മന്ദം മന്ദമുപയുഷിം വരയിതും ശംഭും ജഗന്മോഹിനിയും എന്നുള്ള ധ്യാന ശ്ലോകത്തില് ഈ പ്രപഞ്ചത്തിലുള്ള 14 ലോകത്തിലും അങ്ങനെ ഒരു പ്രതിഷ്ഠ ഉണ്ടാവില്ല. വലത്തേക്കാൽ ഒരൽപ്പം നീട്ടി വെച്ചുകൊണ്ട് വലത്തേ കയ്യിൽ ഒരു വരണമാലയും പിടിച്ചുകൊണ്ട് കല്യാണം നടത്താൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് അവിടെ ഉള്ളത്. ഒരു ദേവിയുടെ ചിത്രം. അത് നമ്മുടെ നട്ടെല്ലിന്റെ താഴെ ഉറങ്ങിക്കിടക്കുന്ന ദേവതയുടെ ചിത്രം തന്നെയാണ്. ആ ദേവത നട്ടെല്ലിന്റെ താഴെ ഉറങ്ങിക്കിടക്കുന്ന ചൈതന്യം പ്രാണശക്തി ശിരസിലേക്ക് മന്ദം 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 ഉയരുകയാണ്. ആ ചിത്രമാണ് ഭാരതത്തിൽ നമ്മൾ കാണുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രം ഈ ഭാരതഭൂമിയുടെ ഹൃദയസ്ഥാനമാണ്. 51 ശക്തിപീഠങ്ങളുണ്ട് ഭാരതത്തില്. അതിലൊന്നും കേരളത്തിലില്ല. 51 ശക്തിപീഠങ്ങള് ഇല്ലാത്ത സംസ്ഥാനം കേരളമാണ്. കേരളത്തെ ശുദ്ധീകരിക്കാൻ പരശുരാമൻ 108 ശിവാലയങ്ങളും ദുർഗാലയങ്ങളും പിന്നീട് പണിത് വച്ചുകൂടെ? 51 ശക്തിപീഠങ്ങൾ എന്തിന്റെ പ്രതീകം? നമ്മുടെ ശരീരത്തിൽ 51 അക്ഷരങ്ങളുടെ പ്രതീകമാണ്. അനാദികാലത്ത് ആരാണ് 81 ശക്തിപീഠങ്ങൾ ഭാരതത്തിൽ പ്രതിഷ്ഠിച്ചതെന്ന് ആർക്കും അറിയില്ല. മഹാവിഷ്ണു ആയിരിക്കാം. ശിവന്റെയും ശക്തിയുടെയും വിഷ്ണുവിന്റെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് നിബിഡമാണ് നമ്മുടെ ഭാരതഭൂമി. 51 അക്ഷരങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. 51 ശക്തിപീഠങ്ങൾക്ക്. അതിൽ നാവ് വന്ന് വീണ സ്ഥലമാണ് ജ്വാലാമുഖി. അങ്ങനെ കയ്യും കാലും പാദവും ചെവികളും കണ്ണും ഓരോരോ ഭാഗങ്ങൾ വന്ന് വീണ സ്ഥലങ്ങളാണ്, ഓരോ അവയവങ്ങൾ വന്ന് വീണ സ്ഥലമാണെന്നാണ് സങ്കല്പം. ഓരോ ക്ഷേത്രത്തിനും ഓരോ അക്ഷരത്തിന് പ്രാധാന്യമുണ്ട്. നമ്മുടെ ശരീരവും അക്ഷരങ്ങൾക്ക് പ്രാധാന്യമുണ്ട്.
എന്റെയും നിങ്ങളുടെയും ശരീരത്തിന്റെ ഏത് ഭാഗത്ത് തൊട്ടാലും ഒരു അക്ഷരത്തിനെ പോയി തൊടണത്. ഇവിടത്തെ തന്ത്രിയെ നമ്മുടെ വീട്ടിൽ ഒരു പൂജയ്ക്ക് വിളിച്ചാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ തന്ത്രിയോ മേൽശാന്തിയോ ശരീരശുദ്ധി ചെയ്യുന്നത് 51 അക്ഷരങ്ങളെ ശരീരത്തിൽ തൊട്ടുപുരട്ടിക്കൊണ്ടാണ്. ആ മുതൽ ഇക്ഷ വരെയുള്ള അക്ഷരങ്ങൾ മുഴുവൻ ഈ ശരീരം മുഴുവൻ തൊട്ടുപുരട്ടും. അം നമ, ആം നമ, ഇം നമ, ഈം നമ, ഉം നമ, ഊം നമ, എറും നമ, എറൂം നമ എന്ന് പറഞ്ഞ് 16 അക്ഷരങ്ങളെ കൊണ്ട് മുഖം. കായിഖ ഗായിഖ വലത്തെ കയ്യെ, ച ഇച്ഛ ജ ഇച്ഛ ഞ ഇടത്തെ കയ്യെ, ട ഠ ഡ ഠ ണ വലത്തെ കാല്. ഇങ്ങനെ ശരീരത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഒരു അക്ഷരമുണ്ട്. ഈ അക്ഷരം തന്നെയാണ് ഭാരതഭൂമിയിലെ അക്ഷരങ്ങൾ. ഭാരതഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പോലെ തന്നെയാണ്. ആ ശിരസിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന ഗംഗാപ്രവാഹം ആണ് ഞാൻ കുളിക്കാൻ പോകുന്ന ജലമെന്ന സങ്കല്പം.